തലശ്ശേരി എരഞ്ഞോളിയിൽ സ്ഫോടനത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ കണ്ണൂർ ജില്ലയിൽ വ്യാപക പോലീസ് പരിശോധന. തലശ്ശേരി, കതിരൂർ, പാനൂർ, കൂത്തുപറമ്പ് മേഖലകളിലാണ് പരിശോധന തുടരുന്നത്. എന്നാൽ എരഞ്ഞോളി സ്ഫോടനത്തിൽ ബോംബിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എരഞ്ഞോളിയിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്ഫോടക വസ്തു നിരോധന നിയമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് തലശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് എങ്ങനെയെത്തിയെന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ന്യൂമാഹിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ BJP CPM സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണോ ബോംബ് ഇവിടെ എത്തിയതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രദേശത്ത് ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലും പോലീസ് പരിശോധിക്കുകയാണ്. സ്ഥലത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന് പിന്നാലെ ജില്ലയുടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധനയ്ക്ക് പോലീസ് തുടക്കമിട്ടു. ബോംബ് സ്ക്വാഡും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. കതിരൂർ, പാനൂർ, കൂത്തുപറമ്പ് മേഖലകളിലാണ് റെയ്ഡ്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ മൃതദേഹം ഉച്ചയ്ക്ക് ശേഷം കുണ്ടുചിറയിലെ പഞ്ചായത്ത് വാതക ശ്മശാനത്തിൽ സംസ്കരിക്കും. മീഡിയ 1 കണ്ണൂർ.